ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ അവധിക കാരണം മീരയുടെയും അനൂപിന്റെയും വിവാഹ വാർഷിക ആഘോഷങ്ങൾ മുടങ്ങുകയാണ്. എല്ലാത്തിനും കാരണക്കാരി അർച്ചനയാണെന്ന് പറഞ്ഞുകൊണ്ട് അർച്ചനയെ പഴിചാരുകയാണ് മീര. ഇതൊന്നും കേൾക്കാൻ ത്രാണിയില്ലാത്തത് കൊണ്ട് തന്നെ അനൂപ് മീരയുടെ മുഖമടക്കി കൊടുക്കുകയും പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറയുകയും ചെയ്യുന്നു. അതേസമയം സച്ചി അങ്ങോട്ടേക്ക് വരികയാണ്. സച്ചിയെ കാണുമ്പോൾ അർച്ചനയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. എല്ലാവരും കൂടി നമ്മുടെ കുഞ്ഞിനെ എന്തിനാ സച്ചിയേട്ടാ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് സച്ചിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. എന്തിനാ മോളെ നീ ഇതൊക്കെ സഹിച്ച് ഇവിടെ നിൽക്കുന്നത്? നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും താമസം മാറാമെന്ന് സച്ചി പറയുന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ് അർച്ചന. നമ്മുടെ കുഞ്ഞിന് ജാതകദോഷമില്ലെന്ന് എനിക്ക് എങ്ങനെയെങ്കിലും തെളിയിക്കണമെന്ന് അർച്ചന സച്ചിയോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അവന്തികയെ മുറിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് സേതുമാധവൻ. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ആരോ ഒരാള് മറഞ്ഞു നിന്ന് എല്ലാം നോക്കുന്നതാണ് കാണിക്കുന്നത്. മോളെ, ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടിയാ ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. കമ്പനിയിൽ നിനക്ക് എല്ലാവിധ അധികാരങ്ങളും അവകാശങ്ങളും തരാനായി ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നന്ദൻ ഈ വീട്ടിൽ എങ്ങനെയാണോ ഓഫീസിൽ എങ്ങനെയാണോ അതേപോലുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും നിനക്ക് ഓഫീസിലും ഈ വീട്ടിലും ഇനി മുതൽ ഉണ്ടാകും. അപ്പോഴാണ് അവന്തികയ്ക്ക് കതകിന്റെ പുറത്താരോ നിൽക്കുന്നതായി തോന്നുന്നത്. പെട്ടെന്ന് തന്നെ സേതുവും അവന്തികയും കൂടി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. എന്നാൽ അവിടെ എങ്ങും ആരും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ എന്തോ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുന്ന സേതുമാധവനെ കാണിച്ചുകൊണ്ട് പ്രൊമോ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.